ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. ഞാനിന്നൊരു കല്യാണ വീട്ടിലാണ് ഉള്ളത്. അതായത് എൻ്റെ ചേട്ടായിൻ്റെ ഭാര്യേൻ്റെ അനിയത്തീൻ്റെ കല്യാണമാണ്. 2 ദിവസം മുന്നേ ഒരു ചെറിയ രീതിയിലൊരു മഞ്ഞൾ കല്യാണമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതാണ് ഇന്ന്. മഞ്ഞൾ കല്യാണമല്ലോ, എല്ലാവരും അടിച്ചു പൊളിച്ചേ. ഇത് മഞ്ഞൾ കല്യാണം കഴിഞ്ഞ് പിറ്റേ ദിവസം കേട്ടോ. അപ്പോൾ ഇന്ന് കല്യാണത്തിൻ്റെ പാർട്ടിയാണ്. അപ്പോൾ പാർട്ടിക്ക് പോകാൻ വേണ്ടി ഒരുങ്ങാൻ നിൽക്കുമ്പോൾ നല്ല മഴ കഴിഞ്ഞിട്ട് വേണം പോകാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അതല്ലാണ്ട് ഞങ്ങളെ വീടിനടുത്ത് ഒരു കല്യാണമാണ്. അപ്പോൾ അതിനും ഞങ്ങൾക്കൊന്ന് പോകണമല്ലോ. അപ്പോൾ അവിടെയും കൂടെ പോയിട്ട് വേണം ആരതീൻ്റെ കല്യാണ പാർട്ടിക്ക് വേണ്ടി പോകാൻ. അപ്പോൾ അമ്മ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, നീ 2 ദിവസമായല്ലോ വീഡിയോ ഒക്കെ ഇട്ടൂടെ എന്നുള്ള കാര്യം ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നേ. അപ്പോൾ മഴയൊക്കെ മാറിയപ്പോൾ എല്ലാവരും പോകാൻ വേണ്ടി റെഡിയായി. അമ്പൂട് ഇവിടെ റെഡി ആയിട്ട് ഇരിക്കുക കേട്ടോ. TV വെച്ചിട്ട് അത് നോക്കിയിരിക്കുകയാണ്. അല്ലെങ്കിൽ ആൾക്ക് ഇപ്പം തന്നെ പോകേണ്ടി വരും. ഇവര് തന്നെയാണോ? വീടിനടുത്തൊരു കല്യാണം ഉണ്ട് എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അവിടേക്ക് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ ഞങ്ങള്. ആരും വന്ന് തുടങ്ങിയില്ലാന്ന് തോന്നുന്നല്ലേ? ആരും വന്ന് തുടങ്ങിയില്ലാന്ന് തോന്നുന്നു. എൻ്റെ കൂട്ടുകാരീൻ്റെ ചേട്ടൻ്റെ കല്യാണം കൂടി കേട്ടോ. ഞങ്ങളെത്തി, ഫുഡ് കഴിച്ചു. ബിരിയാണി ആയിരുന്നേ, നല്ല ബിരിയാണി ആയിരുന്നു. കഴിച്ചു. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ നിന്ന് വേഗം തന്നെ ഇറങ്ങുകയും വേണം. കാരണം ഞങ്ങൾക്ക് അപ്പുറത്ത് പോകണമല്ലോ. 2 കല്യാണവും ഞങ്ങൾക്ക് മിസ്സാക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ്. ഇത് എൻ്റെ കൂട്ടുകാരീൻ്റെ 2 മക്കളായിട്ട് ഇപ്പോൾ ആ ഓടിപ്പോയത്, 2 ചെറിയ മക്കൾ. അപ്പം ഞങ്ങൾ കുറച്ച് നേരമൊക്കെ ഇവിടെ ഇരുന്നിട്ട് ഇറങ്ങാൻ നോക്കുവാണേ. അച്ഛൻ വണ്ടി ഇങ്ങനെ ഇട്ട് അച്ഛൻ്റെ റോഡല്ലേ, അച്ഛൻ്റെ വണ്ടിയാണ്. വേറെ ഒരാളെ അച്ഛന്മാരെ വഴി നോക്കുന്നത് നമ്മളതല്ലേ. അങ്ങനെ ഞങ്ങൾ പാർട്ടി സ്ഥലത്ത് എത്തി കേട്ടോ. വീട്ടിലല്ല പാർട്ടി, ഓഡിറ്റോറിയത്തിലാണ്, തിരുവമ്പാടി ഓഡിറ്റോറിയത്തിൽ. അപ്പോൾ അവിടെ എത്തി അച്ഛനും അമ്മയും ആരതീൻ്റെ അച്ഛനും അമ്മയൊക്കെ ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർ അമ്പാടീനെ കുറിച്ചൊക്കെ ചോദിക്കുക, എവിടെ അമ്പാടിയെന്ന്. അപ്പോൾ അമ്പാടീനെ അതാ എടുത്ത് നിൽക്കുന്ന കേട്ടോ എൻ്റെ ചേട്ടായിൻ്റെ ഭാര്യ ആതിര. ഇതാ കല്യാണ പെണ്ണ് ആരതി, അതായത് ആതിരേൻ്റെ അനിയത്തി. അപ്പം ഡ്രസ്സൊക്കെ നല്ലതാണെന്നൊക്കെ പറയുമായിരുന്നേ, നല്ല ഭംഗിയായിട്ട് ഡ്രസ്സ് ഇട്ടിട്ട് എന്നുള്ള കാര്യം. ഇയാളെപ്പോഴും ഇങ്ങനെ ചിരിച്ചിട്ടാട്ടോ ഉണ്ടാവുക. ഇനി കുറച്ച് ഫോട്ടോഷൂട്ടുകളൊക്കെയാണ്.
ഫോട്ടോയൊക്കെ എടുക്കുന്നു. ഇപ്പം ബാക്ക്ഗ്രൗണ്ട് ഇവിടെ പാട്ടായതുകൊണ്ട് നമുക്കത് ആഡ് ചെയ്യാൻ പറ്റാത്തത്, കോപ്പിറൈറ്റ് വരുമല്ലോ. ഇപ്പോൾ ഇവിടെ അമ്മേൻ്റെ മടിയിൽ ഒരു കുട്ടി കിടന്നുറങ്ങുന്നുണ്ട്. അതായത് ചേട്ടായിൻ്റെ കുട്ടിയാട്ടോ, കണ്ണൻ, അതായത് അമ്പാടീൻ്റെ ചേട്ടൻ. ഇവിടെ കല്യാണച്ചക്കൻ വന്നിട്ടുണ്ട്. കല്യാണച്ചക്കൻ വന്നത് ഇന്ന് അവർക്ക് സ്കൂട്ടി കൊടുക്കുന്നുണ്ട് ആരതിക്ക്. അപ്പോൾ അതിൻ്റെ കീ കൈമാറാൻ വേണ്ടിയാണ് കല്യാണച്ചക്കനും കൂടെ വന്നത്. അവർക്ക് രണ്ടുപേർക്കും കൂടിയാണല്ലോ കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ കീ കൈമാറുന്നതിന് വേണ്ടി ചെക്കന് വന്നിട്ടുണ്ട്. അപ്പോൾ അവരെ കുറച്ച് ഫോട്ടോ എടുക്കലും കാര്യങ്ങളൊക്കെ ഇന്നുണ്ട്. എൻ്റെ ചേട്ടായിട്ടോ ഇവിടെ താഴെ ഇരിക്കുന്നത്. പിന്നെ ചെക്കൻ വന്നു കഴിഞ്ഞാൽ ഒരു കേക്ക് മുറിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നേ. ഇത് ആരതീൻ്റെ ഫ്രണ്ട്സാട്ടോ. ആരതീൻ്റെ ഫ്രണ്ട്സ് ചെറിയൊരു ഡാൻസൊക്കെ പഠിച്ചു വന്നിട്ടുണ്ടായിരുന്നു കളിക്കാൻ വേണ്ടി. ഇതെൻ്റെ കൂട്ടുകാരിയാണ് ദൃശ്യ മക്കളും ആട്ടോ. അത് 3 മക്കളവർക്ക്. അവർ പോവുക. അപ്പം അമ്പാടീൻ്റെ അടുത്ത് ടാറ്റയൊക്കെ കൊടുത്തുങ്ങാണ്ട് പോവുകയാണേ. ഇത് പിറ്റേ ദിവസമാട്ടോ, കല്യാണ ദിവസമാണ്. അപ്പം പെണ്ണ് വീട്ടിൽ നിന്ന് ഇറങ്ങുവാണേ. അപ്പോൾ ഇനി എന്തെങ്കിലും എടുക്കാനൊക്കെ ഉണ്ടോ എന്നുള്ള കാര്യങ്ങളാണ് ചോദിക്കുന്നത്. ആരതി ദക്ഷിണയെല്ലാം കൊടുത്തു കഴിഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പം എല്ലാവരും ഇറങ്ങി കേട്ടോ. ബസ്സിൽ കയറാൻ പോകാൻ വേണ്ടി. കല്യാണം അവിടെ അടുത്തുള്ളൊരു അമ്പലത്തിൽ നിന്നാണ്, മാടച്ചാൽ അമ്പലത്തിൽ, മുത്തപ്പൻ്റെ അമ്പലത്തിൽ നിന്നാണേ. അമ്പലത്തിലെത്തിയപ്പോൾ എല്ലാവരും ഉള്ളിൽ കയറി തൊഴുതേ. അമ്പലത്തിൻ്റെ ഉള്ളിൽ നല്ല കേട്ടോ കല്യാണം. അമ്പലത്തിൻ്റെ പുറത്ത് അമ്പലത്തിൻ്റെ തന്നെ ഒരു ഓഡിറ്റോറിയം ഉണ്ട്, അതിൻ്റെ ഉള്ളിൽ നിന്നാണ് കല്യാണം. പിന്നെ എൻ്റെ അനിയൻ്റെ ഭാര്യേൻ്റെ അച്ഛനും അമ്മയൊക്കെ ഉണ്ടായിരുന്നേ. അവർ കണ്ണൂരാട്ടോ. അപ്പോൾ കണ്ണൂരിൽ നിന്ന് അവർ വന്നിരുന്നു.
കല്യാണമൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഇനി ഓഡിറ്റോറിയത്തിലേക്ക് പോവുകയാണേ. അവിടുന്ന് അമ്പലത്തിൽ നിന്ന് കല്യാണം കഴിഞ്ഞു. ഈ കല്യാണം കഴിഞ്ഞിട്ട് വേറൊരു കല്യാണം ഉണ്ട് കേട്ടോ അവിടെ. അതുകൊണ്ട് എല്ലാവരും വേഗം തന്നെ ഇറങ്ങി. അപ്പം തിരുവമ്പാടി ഒരു ഓഡിറ്റോറിയത്തിൽ വെച്ചായിരുന്നു ബാക്കി റിസപ്ഷനും കാര്യങ്ങളും ഒക്കെ. അപ്പോൾ ഇവിടെ നിന്നായിരുന്നു ഫുഡൊക്കെ. അപ്പോൾ ഞങ്ങൾ വേഗം തന്നെ ഇങ്ങോട്ട് പോന്നേ. എല്ലാവർക്കും വിശക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പം പിന്നെ അമ്പുടൂന് കുറച്ച് കരച്ചിലും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വേഗം പോന്നു ഇങ്ങോട്ട്. അപ്പോൾ പോന്നിട്ട് പിന്നെ ഇവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം ഇവിടെ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി കേട്ടോ. അതായത് എൻ്റെ അനിയൻ്റെ ഭാര്യേൻ്റെ അച്ഛനും അമ്മയും ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ, ശ്രുതീൻ്റെ അച്ഛനും അമ്മയ്ക്കും വേഗം പോകണമായിരുന്നു കേട്ടോ. കണ്ണൂരായതുകൊണ്ട് തിരിച്ചെത്താൻ ലേറ്റ് ആവുമല്ലോ. അപ്പം അവർക്കും ഇറങ്ങേണ്ടതിനോണ്ട് ഞങ്ങൾ പിന്നെ റിസപ്ഷനിൽ കുറച്ച് നേരം നിന്നുള്ളൂ. അവരെ കൂടെ നിന്ന് ഫോട്ടോയൊക്കെ എടുത്ത് കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തിട്ട് ഇറങ്ങി. അപ്പോൾ അത്രയേ ഉള്ളൂ. റിസപ്ഷനൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി. ഇനിയുള്ള വീഡിയോ ഒന്നും എടുക്കുന്നില്ല കേട്ടോ. നല്ല ചൂടായിരുന്നു, ചൂടെടുത്തും മടുത്തിന്. അപ്പോൾ ഇനി ഞങ്ങൾ പോവുകയാണ്. അപ്പോൾ എൻ്റെ ഈ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ.